ഹായ് ഹലോ ഗായ്സ്, എന്തല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഐഫോൺ സെറ്റിംഗ്സ് ഫീച്ചേഴ്സ് പാർട്ട് 3. ഇപ്പോൾ പാർട്ട് 3 ആണ് ഐഫോൺ സെറ്റിംഗ് ഫീച്ചേഴ്സിൻ്റെ. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ എന്തായാലും കാണണം. അപ്പോൾ പാർട്ട് 1ലും 2ലും പറഞ്ഞത് എയർപ്ലെയിൻ മോഡ്, വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, പേഴ്സണൽ ഹോട്ട്സ്പോട്ട്, സൗണ്ട്സ്, സ്ക്രീൻ ടൈം, ജനറലിൽ നിന്ന് അബൌട്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, എയർ ഡ്രോപ്പും, കാർപ്ലേ, ഐഫോൺ സ്റ്റോറേജ് കാർപ്ലേ. അപ്പോൾ ആണ്. അപ്പോൾ അക്സസിബിലിറ്റി ഈ ഫോണിലെല്ലാം അക്സസിബിലിറ്റി വേറെ സ്ഥലത്താണുള്ളത്. അപ്പോൾ ചില ഫോണിലെല്ലാം ജനലിൽ നിന്നായിരിക്കും അക്സസിബിലിറ്റി എടുക്കുക, ജനലിൽ നിന്നായിരിക്കും ചില സമയം സെറി എടുക്കുക. അപ്പോൾ ഇത് ചിലയിൽ നിന്ന് പുറത്തുനിന്നായിരിക്കും സെറി. അപ്പോൾ ഇത് അക്സസിബിലിറ്റി പുറത്താണ്. അപ്പോൾ അക്സസിബിലിറ്റി മൊത്തം പറഞ്ഞിരുന്നു. അതിൻ്റെ താഴെയാണ് എനിക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഐഫോൺ സെറ്റിംഗ്സ് ഫീച്ചേഴ്സിൻ്റെ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ എന്തായാലും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പാർട്ട് 1ൻ്റെയും 2ൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെടാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, അപ്പോൾ ഈ ഫോണ് മാറ്റാണ്. അപ്പോൾ ചില ഫോണിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ചില ഫോണിൽ എല്ലാവർക്കും ഉണ്ട്. വലിയ ഫോണിൽ എങ്ങനെയാണ് മൊബൈൽ ഡാറ്റ എടുക്കുക? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ വരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഐഫോണിലൊന്നും ഇങ്ങനെയല്ല വരുന്നത്. അപ്പോൾ മൊബൈൽ ഡാറ്റ എടുക്കുന്നത്, അപ്പോൾ മേലെ നെറ്റ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ചാർജും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജിൻ്റെയും നെറ്റിൻ്റെയും അവിടെ നിന്ന് ഏതെങ്കിലും ആ സൈഡിൽ നിന്ന് അപ്പോൾ ക്യാമറ ഉണ്ടാവും. ആ ക്യാമറേൻ്റെ ആ ബ്ലാക്ക് സാധനത്തിൻ്റെ ഇപ്പുറത്ത് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ആ സൈഡിൽ നിന്ന് ആക്കിയാൽ വരും. ബാക്കി എല്ലാ സൈഡിൽ നിന്നും ആക്കിയാൽ നോട്ടിഫിക്കേഷൻസ് ആണ് വരിക. ബാക്കി അപ്പോൾ ആ റൈറ്റ് സൈഡിൻ്റെ മുകളിൽ മാത്രം ആക്കിയാൽ കൺട്രോൾ സെൻറ്റർ വരും. ബാക്കി സൈഡിനെല്ലാം ആക്കിയാൽ നോട്ടിഫിക്കേഷൻ സെൻറ്ററുമാണ് വരിക. അങ്ങനെയാണ്. അപ്പോൾ താഴെ ഇത് ഇവിടെ ഹോം ബട്ടണാണ്. ഇത് ഹോം ബട്ടണിൻ്റെ പകരം ഒരു വരയാണ്. അപ്പോൾ ആ വരനെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ആക്കും ചെയ്യാം, എന്തുവേണം ചെയ്യാം. അപ്പോൾ അവിടെ ഇതുള്ളതുകൊണ്ടാണ് അവിടെ കൺട്രോൾ സെൻറ്റർ വെക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനടുത്തത് ജനലിൽ നിന്ന് ഐഫോൺ സ്റ്റോറേജ്. അപ്പോൾ ഐഫോൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ സ്റ്റോറേജും ഡിലീറ്റ് ആക്കേണ്ടതും അതെല്ലാമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറേജ് എല്ലാം ഫുള്ളായെങ്കിൽ ഫസ്റ്റ് തന്നെ നോട്ടിനോ അല്ലെങ്കിൽ സെറ്റിങ്സ് കാണിക്കുക. അപ്പോൾ സെറ്റിങ്സിനൊക്കെ നേരെ ഐഫോൺ സ്റ്റോറേജിലേക്ക് ഇവിടേക്ക് പോവുക. അപ്പോൾ ഇവിടുന്ന് ക്ലിയർ ആക്കുന്നത് അതെല്ലാമാണ് ഐഫോൺ സ്റ്റോറേജ്. അടുത്ത ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്. അപ്പോൾ ആപ്പിൻ്റെ റീഫ്രഷും പിന്നെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഇതിൽ കാണിക്കുക. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഡേറ്റ് ആൻഡ് ടൈമാണ്. അപ്പോൾ ഇത് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ അടുത്ത 24 hour ടൈം. ഇപ്പോൾ 24 hour ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 11:30 ആണ്, 36. അപ്പോൾ ഇത് ഓണാക്കിയാൽ കണ്ടോ, 1 minute. ഇത് രാവിലെയാണ്, അപ്പോൾ വരില്ല. അപ്പോൾ ഇത് രാവിലെ 1 മണി പൊളിച്ചക്ക് രാവിലെ പാരാത്രി. അപ്പോൾ 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, രാവിലെ 6 മണി, 7 മണി, രാവിലെ 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണി, അത്ര വരെയാകും. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ പിന്നെ 1 മണി. അപ്പോൾ 1 മണിയാകുമ്പോൾ 13 കാണിക്കുക. 24 hour ടൈം എന്ന് പറഞ്ഞാൽ റെയിൽവേ ടൈമാണ്. അപ്പോൾ 24 hours ടൈം മൊത്തം ഉണ്ടാകും. അപ്പോൾ 24 hour ടൈം അപ്പോൾ 13, 1 മണിക്ക് 13 ആവും, 2 മണിക്ക് 14, 3 മണിക്ക് 15, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇപ്പോൾ രാവിലെ 11:30 തന്നെയാണ്. അപ്പോൾ ഇനി 12 മണി കഴിഞ്ഞാലാണ് മാറ്റുക. നിങ്ങളിനി ഉച്ചയ്ക്ക് ശേഷം നോക്കി വയ്ക്കും. അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്തത് സെറ്റ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ന് പറയുമ്പോൾ നമ്മളെ ലൊക്കേഷൻ ഓണായി നേരെ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്, അപ്പോൾ നമ്മൾ എവിടെയുള്ളത് ആ ടൈം തന്നെ ഇതിൽ വരും. അപ്പോൾ സെറ്റ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സെലക്ട് ചെയ്തത് ഏതൊരു ടൈമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആകുമ്പോൾ തന്നെ എവിടെയാ സ്ഥലം ആ സ്ഥലത്തിൻ്റെ ടൈം തന്നെ വരും. അതിനടുത്തത് ഡേറ്റ് ആൻഡ് ടൈം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഐഫോണിൽ ചില ആൾക്കുണ്ടാവും, നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം ബാക്ക് എടുക്കുന്ന താഴെ അങ്ങനെയാണ്. അപ്പോൾ ഐഫോണിൽ ഇതായി മേലെ ജനലിൻ്റെ അവിടെ നിൽക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സൈഡ് ലെഫ്റ്റ് സൈഡ്
ആ ലെഫ്റ്റ് സൈഡിൽ ജനൽ തൊട്ടിട്ട് മേലത്തെ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ജനൽ തൊട്ടിട്ട് എൻ്റെ താഴെ എവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റുകയും ചെയ്യാം. അവിടെ നിന്ന് എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ ഇത് പോകും. എന്തായാലും ഇതെല്ലാം അതാണ് ഐഫോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി അടുത്തത് കീബോർഡ്സ്. ഇപ്പോൾ കീബോർഡ്സാണ്. കീബോർഡ്സ് ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മൾ കീബോർഡ്സ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ആക്കാം, അല്ലെങ്കിൽ മാറ്റാക്കാം. ഇപ്പോൾ QWERTY ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, AZERTY ആണ് ആക്കാം. നിങ്ങൾക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് ഇമോജി, അത് ഒന്നുമില്ല. അടുത്ത് ആഡ് ന്യൂ കീബോർഡ്സ്. ഇപ്പം ഇതിനെക്കാട്ടി ന്യൂ കീബോർഡ് വേണമെങ്കിൽ ഇവിടെയുണ്ട്. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമോജി ഇങ്ങനെ ഇമോജി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ആ റൈറ്റ് സൈഡിൽ ഏറ്റവും നല്ല എഡിറ്റ് ഉണ്ട്, അപ്പോൾ എഡിറ്റ് വെക്കാം. അപ്പോൾ ആഡ് ന്യൂ കീബോർഡ് റിമൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ അവിടെ ആ ഇമോജിൻ്റെ ഇപ്പുറത്ത് റെഡ് സ്റ്റാർ ഉണ്ട് ഒരു വര, അത് നിൽക്കുക. അന്നേരം ഇപ്പുറത്ത് ഡിലീറ്റ് കാണിക്കും. ആ ഡിലീറ്റ് നോക്കിയാൽ അത് റിമൂവ് ആകും. അത് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമാക്കാം. അപ്പോൾ ഇമോജി നിങ്ങൾ മേലിലാക്കിയിട്ട്, അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ വെച്ചാൽ അത് താഴെയാക്കണേ ആക്കാം. അതിൻ്റെ ഇപ്പുറത്ത് 3 വരയുണ്ട് റൈറ്റ് സൈഡിൽ, അത് നോക്കി പിടിച്ചാൽ ഇതിങ്ങനെ വരും. അപ്പോൾ ഇത് താഴേക്ക് ഡണ്ണാക്കിയാൽ ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മേലിൽ വേണമെങ്കിൽ മേലിലും ആക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിനടുത്തത് ടെക്സ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ OMW ഓൺ മൈ വേ അങ്ങനെയാണ്. അപ്പോൾ ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ആഡ് ആക്കണമെങ്കിൽ ആഡ് ആക്കേണ്ടത് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലാണ്. ഇത് ഇവിടെ ആഡ് ആക്കാം. നിങ്ങൾക്ക് ഇതാക്കാം. എനിക്ക് ഷോർട്ട് കട്ടുമാക്കി സേവ് ആക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും എഡിറ്റ് ഉണ്ട്. അപ്പോൾ എഡിറ്റ് വെക്കുക. നേരത്തെ പോലെ അതിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ ചുവന്നയിൽ ആ വരാതെ നിൽക്കും. എനിക്ക് ഡിലീറ്റ് വെക്കുക. എന്നിട്ട് ചെയ്യാം. ആക്കണമെങ്കിൽ ആഡും ചെയ്യാം. 1 ഹാൻഡഡ് കീബോർഡ്. അപ്പോൾ 1 ഹാൻഡഡ് കീബോർഡ് ഒരു ഹാൻഡിനെ കൊണ്ട് വേണമെങ്കിൽ കീബോർഡ് വേണമെങ്കിൽ ആക്കാം. ഓഫ് ചെയ്താൽ പിന്നെ ഉണ്ടാവില്ല. ലെഫ്റ്റ് ഹാൻഡിലാണ് വേണമെങ്കിൽ ലെഫ്റ്റ് ആക്കാം. റൈറ്റ് ഹാൻഡിലാവണമെങ്കിൽ റൈറ്റും ആക്കാം. അപ്പോൾ ഓട്ടോ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ഓട്ടോ കറക്ഷൻസ്, ചെക്ക് സ്പെല്ലിംഗ്, ഇനാബിൾ ക്യാപ്സ് ലോക്ക്, പ്രെഡിക്റ്റീവ്, സ്മാർട്ട് ഫങ്ഷൻസ്, punctuation, slide to type, delete, slide to type by word, character preview, shortcuts, and enable dictation and memoji stickers. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓണാക്കാം, അല്ലെങ്കിൽ ഓഫാക്കാം. ഇതെല്ലാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാക്കാം, അല്ലെങ്കിൽ ഓഫാക്കാം. അപ്പം ഡിക്ഷണറിയും ആൻഡ് പ്രൈവസിയും അതിനെക്കൂടെ അബൌട്ട്, അതായത് ഏറ്റവും താഴെ എനാബിൾ ഡിറ്റക്ഷൻ, അതിൻ്റെ താഴെ അബൌട്ട് ഡിക്ഷണറി ആൻഡ് പ്രൈവസി. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ അബൌട്ട് അറിയണമെങ്കിൽ ആ നീല സാധനം, ആ നീല കളറിലുള്ളത്, അപ്പോൾ ആ നീല കളർ അത് നോക്കിയാൽ മതി. അപ്പോൾ നേരെ പോയിക്കോളും. അടുത്ത ഫോൺസ്. അപ്പം നോ ഫോൺസ് ഇൻസ്റ്റാൾ. യു ക്യാൻ ഡൗൺലോഡ് ആപ്പ് ദാറ്റ് ഇൻസ്റ്റാൾ ഫോൺസ് ഫ്രം ദ ആപ്പ് സ്റ്റോർ. അപ്പോൾ ഓപ്പൺ ആപ്പ് സ്റ്റോർ. അപ്പോൾ നിങ്ങൾക്ക് ഫോൺസാണ്. അപ്പോൾ നിങ്ങൾ ഫോൺസ് എന്ന് പറയാൻ നല്ല സ്പെല്ലിങ് വേറെ രീതിയിലും അങ്ങനെയുള്ള എല്ലാം വര വെക്കലും അതെല്ലാമാണ്. അത് നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ആക്കിയിട്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്യാം. അടുത്തത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് റീജിയൻ. ഐഫോൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് മാറ്റേണ്ടത് അത് മാറ്റാം. ഇപ്പോൾ ഹിന്ദി ആക്കിയാൽ ഇപ്പോൾ ചേഞ്ച് ടു ഹിന്ദി. അപ്പോൾ അപ്ലൈയിങ് ദീസ് സെറ്റിങ്സ് വിൽ റീസ്റ്റാർട്ട് യുവർ ഫോൺ. അപ്പോൾ ഐഫോൺ റീസ്റ്റാർട്ടായി പോകും. അന്നേരം നേരെ ഇനിയിപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്താൽ നേരെ ഹിന്ദിയിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ നിങ്ങളെ ശരിയായ ഭാഷ നിങ്ങൾക്കാക്കാം. അപ്പോൾ നിങ്ങൾ ഹിന്ദിയിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങ് ഖത്തറിലെ ആളാണെങ്കിലും ഖത്തറിലുള്ള ആൾക്ക് അറബി വേണമെങ്കിൽ ഇത് അറബി ഇവിടെയുണ്ട്, അറബി ആക്കാം. വേറെ ഏത് ഭാഷ കൊണ്ട് അത് ചെയ്യുക. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അതായിക്കോളും. അടുത്ത അതർ ലാംഗ്വേജ് ഇതാ ഇവിടെയുണ്ട്. അതർ ലാംഗ്വേജ് ഇതാ
നേരത്തെ കാണിച്ചു തന്നെയാണ്. അപ്പോൾ അതർ ലാംഗ്വേജ് ഇപ്പോൾ ഇതിൻ്റെ തായാലുണ്ട്, കുറേ ഉണ്ട്. അതിനടുത്തത് റീജിയൻ. അപ്പോൾ നിങ്ങൾ റീജിയൻ ഇത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, ഇറാൻ, ഇറാഖ്, അത് നിങ്ങൾക്ക് ഏതാ വേണ്ട അത് നിങ്ങൾക്ക് ആക്കാം. അടുത്തത് കലണ്ടർ. അപ്പോൾ കലണ്ടർ നിങ്ങൾക്ക് ഏതാ വേണ്ടേ അതാക്കാം. ജപ്പാനീസോ ബുദ്ധിസ്റ്റോ അത് നിങ്ങൾക്ക് ഏതാ വേണ്ടാക്കാം. ടെമ്പറേച്ചർ യൂണിറ്റ് CO അല്ലെങ്കിൽ FO, ഡിഗ്രി CO അല്ലെങ്കിൽ FO വേണമെങ്കിൽ ആക്കാം. ലൈവ് ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റ് ലൈവായിട്ട് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ സെലക്ട് ടെസ്റ്റ് ഇൻ ഇമേജസ് ടു കോപ്പി ഓർ ടേക്ക് ആക്ഷൻ, അതാണ്. ഇതിനടുത്തത് റീജിയൻ ഫോർമാറ്റ് എക്സാമ്പിൾ. അപ്പോൾ റീജിയൻ്റെ ഫോർമാറ്റിൻ്റെ എക്സാമ്പിളാണിത്. 12:34 AM Sunday 29 August 2021 1234.564567.89. അത് എക്സാമ്പിളാണ്. അതിനടുത്തത് ഡിക്ഷണറി. അപ്പോൾ ഡിക്ഷണറിയാണ്. നിങ്ങൾക്ക് ഏതാ ഡിക്ഷണറി വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇതാ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആകും. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് പോയിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് പീൻ്റെ ഡിക്ഷണറി വേണമെങ്കിൽ അതാവും. അപ്പോൾ അത് ഡൗൺലോഡ് ആകും. അപ്പോൾ വേണമെങ്കിൽ അവിടെ തന്നെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് തായൽ വിത്ത് ആൻഡ് മേക്സ് ഇംഗ്ലീഷ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് നോക്കിയാൽ ഡൗൺലോഡ് ആകും. അത് വേണമെങ്കിൽ അത് നോക്കിയാൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ അടുത്തത് VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ്. അത് VPN ആണ്. VPN നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടി വർക്ക് ഓർ സ്കൂൾ കോണ്ടാക്ട് ആക്കേണ്ടതാണ്. ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഫോൺ. Erase all contact and settings. Prepare for new phone. Make sure everything ready to transfer to new phone. Even if you don't currently have enough iCloud storage to backup, get started ആക്കിയാൽ ഇനഫ് ആകും. അപ്പോൾ ഇതിൽ കാണിക്കുന്ന റീസെറ്റും ഇറേസ് ഓൾ കോണ്ടാക്ട് ആൻഡ് സെറ്റിങ്സ് ആണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അത് ഞാൻ കാണിച്ചു തരാം. ഇതിനടുത്ത് ഷട്ട് ഡൗൺ. അപ്പോൾ ഷട്ട് ഡൗൺ നോക്കിയാൽ അത് ഞങ്ങൾ ഷട്ട് ഡൗൺ ആകുന്നതാണ്. അപ്പോൾ അങ്ങനെ ജനറൽ കഴിഞ്ഞു. അതിനടുത്തത് ഡിസ്പ്ലേ അടുത്ത കൺട്രോൾ സെൻ്ററാണ്. അപ്പോൾ കൺട്രോൾ സെൻ്റർ പാർട്ട് 1 തന്നെ പറഞ്ഞിരുന്നു. ഇത് റിമൂവ് ആക്കേണ്ടതും ആഡ് ആക്കേണ്ടതും ആക്സസ് വിത്തിൻ ആപ്പും അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇതിനടുത്തത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആണ്. ഇതിപ്പോൾ ലൈറ്റാണ്. ഇതെല്ലാം ലൈറ്റ് വാവ് എല്ലാം ലൈറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഡാർക്ക് വേണമെങ്കിൽ അത് നിൽക്കിയാൽ മതി. അപ്പോഴും മൊത്തം ഡാർക്കായിരിക്കുന്നു. എല്ലാം ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം ഡാർക്കായിരിക്കും. എല്ലാം ഡാർക്കായിരിക്കും. നിങ്ങൾക്ക് ഡാർക്ക് വേണ്ടെങ്കിൽ ലൈറ്റ് തന്നെ ആക്കാം. ഇവിടേക്ക് ലൈറ്റ്. വാ. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് അപ്പോൾ നമ്മൾ ഡാർക്കിൽ ഡാർക്കാവും ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ലൈറ്റ് ആണെങ്കിൽ സൺസെറ്റ്. നമ്മൾ ഡാർക്കായിട്ടാണെങ്കിൽ ഡാർക്കായിട്ട് വരും. അതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കാം. ആക്കാം. അതിനടുത്തത് ബ്രൈറ്റ്നസ്. അപ്പോൾ ബ്രൈറ്റ്നസ് കൺട്രോൾ സെൻറ്ററിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഫുള്ളാക്കിയാൽ കൺട്രോൾ സെൻറ്ററിലും ഫുള്ളായിരിക്കുന്നു. കുറച്ചാക്കിയാൽ അതായത് കൺട്രോൾ സെൻറ്ററിൽ പോലെ തന്നെയാണ് സെറ്റിങ്സിലും ഉള്ളത്. ഇപ്പോൾ ട്രൂ ടോൺ ഇവരും ഉണ്ട്. ഇത് വേറെ ഫോണിലെല്ലാം ബ്രൈറ്റ്നസ് നോക്കൂ. ഇതാണ്. ഇപ്പോൾ ട്രൂ ടോൺ ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ്, ഡാർക്ക് മോഡ് ഇതെല്ലാം ഉണ്ട്. അടുത്തത് നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഷെഡ്യൂൾഡ് മാനുവലി ഇനേബിൾ അണ്ടിൽ ടുമാറോ ആണെങ്കിൽ ആക്കാം. എത്ര വാമ് വേണം, വാമ് വേണമെങ്കിൽ മോറാക്കാം, ലെസ് വാമ് ഇപ്പം നടക്കാനുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അടുത്തത് ഓട്ടോ ലോക്ക് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊടാണ്ടെന്നാൽ ഓഫാക്കും. അപ്പോൾ തൊടാണ്ടെന്നാൽ തന്നെ 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഓഫ് ആണ്ടാണ്. 30 സെക്കൻഡ് തൊടാണ്ടെന്നാൽ 1 മിനിറ്റ് ആണ്, 1 മിനിറ്റ് 2 മിനിറ്റ് ആണോ 2 3 4 5 നെവർ വയ്ക്കുക. പിന്നെ നമ്മൾ ഓഫാക്കാണ്ട് പിന്നെ തന്നെ ഓഫാകില്ല, പിന്നെ ഒരിക്കലും ഓഫാകില്ല. അപ്പോൾ നമ്മൾ ഓഫാക്കിയാൽ മാത്രമേ ഓഫാക്കൂ. നെവറാണിത്. അപ്പോൾ നമ്മൾ ഓഫാക്കിയാൽ മാത്രമേ ഓഫാക്കൂ. അങ്ങനെയാണിത്.
അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഫോണിലൊക്കെ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിലോ അതെല്ലാം എന്നൊക്കെ നെവറാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നെവറാക്കുമ്പോൾ ഒരിക്കലും ഓഫാക്കില്ല, നമ്മൾ ഓഫാക്കാണ്ട്. അപ്പോൾ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം. ഇതാ ഇവിടുന്ന് തന്നെ ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എവിടെയാണുള്ളത്, ഇത് ഓട്ടോ ലോക്ക്. അപ്പോൾ നമുക്ക് മാറ്റുകയും ചെയ്യാം. ഇനി അടുത്തത് റൈസ് ടു വെയ്ക്ക്. അപ്പോൾ റൈസ് ടു വെയ്ക്ക് ആവുകയാണെങ്കിൽ ഇത് നമ്മളിത് പൊന്തിച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ എടുത്താൽ തന്നെ ഓണാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ പിന്നെ ഫോൺ എടുത്താലും ഇതാക്കിയാലും ഇതാക്കില്ല. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ഫേസ് ഐ ഡി എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ ഇതാ നമ്മൾ എവിടെയെങ്കിലും ഫോൺ വെച്ച് എടുത്തപ്പാടും ഓണായി ഫേസ് ഐ ഡിയുമായി എനിക്ക് തുറക്കുകയും ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഓണാക്കണമെങ്കിൽ ഓണാക്കാം, അല്ലെങ്കിൽ ഓഫാക്കാം. ടെക്സ്റ്റ് സൈസ്, ഇത് ടെക്സ്റ്റ് സൈസാണ്. ഇതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വേറെ ജനറലിൽ നിന്ന്. ഇതിപ്പോൾ ഇത്ര കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ ഇതാ ജനറൽ എവിടെയോ ഉണ്ട്, അക്സസിബിലിറ്റി തന്നെയാണുള്ളത്. ഇതാ ടെക്സ്റ്റ് സൈസ് ഇതാ. അപ്പോൾ ഇത് ഓണാക്കിയാൽ കുറച്ചും കൂടി ഇതാക്കാം. നിങ്ങൾക്ക് ഏതാ ചെയ്യേണ്ടത് ചെയ്യാം. ഇത് ആർക്കും കണ്ണ് കാണുന്നില്ല, അത് സൂമാക്കി വെക്കാം. ഇനി അടുത്തത് വ്യൂ. ബോൾഡ് ടെക്സ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പാർട്ട് 2 പറഞ്ഞിരുന്നു. അടുത്തത് വ്യൂ. ഇവരിൽ തന്നെ ഇവരെന്നെ ചിത്രം കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡും സൂമിടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടോ. ഇവരെന്നാണ് കണ്ടോ. ഇതാ സ്റ്റാൻഡേർഡ് കണ്ടോ, കുറച്ച് ചെറുതായിട്ടാണ്. സൂമിഡ് ആണെങ്കിൽ സൂമായിട്ട് ഇതാ കണ്ടോ. ഇതാ സമയം നോക്കറ. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്ക് കണ്ണും അതൊന്നും കാണണമെങ്കിൽ സൂമായിട്ട് കാണണമെങ്കിലെല്ലാം ഇതാ സൂമിഡ് ആക്കിയാൽ മതി. എന്നിട്ട് സെറ്റ് വെക്കും. ഇതാ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ സെറ്റ് ആക്കിയാൽ അവിടെ സെറ്റായി. അപ്പോൾ സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ സ്റ്റാൻഡേർഡും ആക്കാം. അപ്പോൾ സൂമിഡ് ഇപ്പോൾ സെറ്റൊന്നും ആക്കണ്ട. ഇപ്പോൾ സൂമിഡ് ആക്കി പോയെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആക്കിയാൽ സെറ്റൊന്നും ആക്കണ്ട. സെറ്റിൻ്റെ അവിടെ ചിഹ്നം കാണിക്കില്ല. സൂമിഡ് ആക്കി സെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാൻഡേർഡ് ആക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് സെറ്റ് ആക്കാൻ പറ്റും. അടുത്തത് അങ്ങനെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് കഴിഞ്ഞിരിക്കുന്നു. ഹോം സ്ക്രീൻ. അപ്പോൾ ഹോം സ്ക്രീൻ, ആഡ് ടു ഹോം സ്ക്രീൻ. അപ്പോൾ ന്യൂ ഡൗൺലോഡഡ് ആപ്സ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആപ്സെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹോം സ്ക്രീനിൽ തന്നെ ആഡാണ്, അല്ലെങ്കിൽ ആപ്പ് ലൈബ്രറി ഓൺലിയാണ്. അപ്പോൾ ലൈബ്രറി ഇതാണ്. അപ്പോൾ ലൈബ്രറി അതാണ്. അപ്പോൾ അവിടെ വേണോ അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ തന്നെ വേണ്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ബാഡ്ജസ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് നിങ്ങൾക്ക് ഷോ ഇൻ ആപ്പ് ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയിലാണെങ്കിൽ വേണമെങ്കിൽ ഓണാക്കാം, അല്ലെങ്കിൽ ഓഫാക്കാം. അതിനടുത്ത് അക്സസിബിലിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനടുത്ത് വാൾപേപ്പർ. അപ്പോൾ നിങ്ങൾ വാൾപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചൂസ് ന്യൂ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഐഫോണിൽ തന്നെ ഉണ്ട്. ഇവർക്ക് ഇങ്ങനത്തെ നമ്മളിപ്പോൾ ഈ ചിഹ്നമാണ്. അപ്പോൾ ഈ ചിഹ്നം വേറെ ചിഹ്നം ഐഫോണിൻ്റെ ചിഹ്നം തന്നെ ഉണ്ട്. ഐഫോണിൻ്റെ അവർ തന്നെ ചിഹ്നമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ ഗാലറിയിലെ ചിഹ്നമുണ്ടാവും, അത് നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഗാലറിയിൽ വാൾപേപ്പർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവിടെ ചൂസ് ന്യൂ വാൾപേപ്പർ എന്നാക്കിയിട്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഗാലറിയിൽ തന്നെ എടുത്തിട്ട് ഷെയറിൻ്റെ അവിടെ ആക്കിയിട്ട് വാൾപേപ്പറും ആക്കാൻ പറ്റും. അങ്ങനെ അടുത്ത് സെറി ആൻഡ് സെർച്ച്. അപ്പോൾ ലിസൺ ഫോർ ഹേയ് സെറി. അപ്പോൾ ഹേയ് സെറി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹേയ് സെറി അങ്ങനെ പറഞ്ഞാൽ വരണമെങ്കിൽ ഹേയ് സെറി എന്ന് പറഞ്ഞാൽ അപ്പോഴും വരണമെങ്കിൽ തന്നെ ഹേയ് സെറി വരുന്നുണ്ട്. അപ്പോൾ ഹേയ് സെറി ഇതാ ഹേയ് സെറി എന്ന് തന്നെ പറയുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഓണാക്കിയിട്ട് അവർ കുറച്ചെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഹേയ് സെറി, അപ്പോൾ ഹേയ് സെറിയോ അല്ലെങ്കിൽ ഹേയ് സെറീസിൻ്റെ മെസ്സേജും അങ്ങനെ ഹേയ് സെറി പ്ലേ സം മ്യൂസിക് 3 minutes അതെല്ലാമാണ് വരിക. അതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ ഡൺ വെക്കുക. പിന്നെ അവർ കാണിച്ചാലും ഹേയ് സെറി എന്ന്
സിറി എന്ന് പറഞ്ഞാൽ വരുമെന്ന് അവർ പറയും. അപ്പോൾ പ്രസ് സൈഡ് ബട്ടൺ ഫോർ സിറി. അപ്പം സൈഡ് ബട്ടൺ അപ്പോൾ സിറി അപ്പം സൈഡ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫാക്കുന്നതാണ്. അപ്പോൾ ഓഫാക്കും. അപ്പോൾ നമ്മൾ ഐഫോണിലെല്ലാം സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ആ പവർ ബട്ടൺ ഓഫാക്കുന്ന ആ പവർ നെക്കി പിടിക്കും. അപ്പോൾ ഇതാ ഹേസറി വന്നു. അപ്പോൾ ഇതാ ഹേസറി അവിടെ കിളപ്പടം വരും. അപ്പോൾ നമ്മളത് ഓഫാക്കിയാൽ പിന്നെ അതാക്കുമ്പോൾ സ്വിച്ച് ഓഫിൻ്റെ ഇതായിരിക്കും കാണിക്കുക. ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഓണാക്കിയാലും ഓഫാക്കിയാലും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഓണാക്കിയാൽ അത് നെക്കി പിടിച്ചാൽ പവർ ബട്ടൺ നെക്കി പിടിച്ചാൽ ശരി വരും. ഇതാ ഞാൻ നെക്കി പിടിച്ചു, ശരി വന്നിരിക്കുന്നു. അപ്പോൾ ഓഫാക്കിയാലും അപ്പോൾ ചില ആൾക്കുണ്ടാവും എങ്ങനെ പവർ ഓഫ് ആക്കുക. അപ്പോൾ പവർ ഓഫ് ആക്കേണ്ടത് നമ്മളെ സൗണ്ട് കൂട്ടുന്നത് കേട്ടോ, സൗണ്ട് കൂട്ടുന്ന സാധനമുണ്ട്. അപ്പോൾ സൗണ്ട് കൂട്ടുന്ന ഇതോ അല്ലെങ്കിൽ സൗണ്ട് കുറക്കുന്ന ഇതോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പിടിക്കുക. നിങ്ങളിതാ ഞാൻ കാണിച്ചു തരാം. എമർജൻസി സോഴ്സിനുണ്ട്. ഇതാ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, അങ്ങനെ നെക്കി പിടിച്ച് പവർ ബട്ടണും വരും, എമർജൻസി ബട്ടണും വരും, അല്ല ക്യാൻസലും വരും. അപ്പോൾ എമർജൻസി ബട്ടൺ ഇതിൻ്റെ അപ്പുറം വരണമെങ്കിൽ ഇതാ കോൾ വിത്ത് സൈഡ് ബട്ടൺ. അപ്പോൾ സൈഡ് ബട്ടൺ ആകുമ്പോൾ ഇതാ ഓണാക്കി വെക്കേണ്ട. ഇത് ഇവരിനെ കാണിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓണാക്കി ഓഫാക്കി ഇങ്ങനെ നെക്കി പവർ ബട്ടൺ നെക്കി വിട്ടാലായിരിക്കും പോവുമായിരിക്കും, അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതാ കണ്ടോ, ഇതാ അവർ കരുതുന്നുണ്ടോ, ആ പവർ ബട്ടണും ആ ഒച്ചോട്ടിന്ന് ഏതെങ്കിലും ഒന്ന് പിടിക്കുക. ഞാൻ ഇതാ കാണിച്ചു തരാം. ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സൈഡ് ബട്ടണും പവർ ബട്ടണും ഉണ്ടോ, ഇതാ ആയിരിക്കുന്നു. ഇതാ സ്ലൈറ്റ് പവർ ഓഫും എമർജൻസി സോഴ്സും ക്യാൻസലുമാണ് കാണിക്കുക. അപ്പോൾ സ്ലൈറ്റ് പവർ ഓഫ് ആക്കിയാൽ നേരെ പവർ ഓഫ് ആകും. എമർജൻസി സോഴ്സ് നേരെ എമർജൻസി സോഴ്സിലേക്ക് പോവുക. ക്യാൻസലാണെങ്കിൽ ക്യാൻസൽ അടിക്കാം. ഇതായിരിക്കുന്നു, ക്യാൻസൽ അടിച്ചാൽ ക്യാൻസലും പിടിക്കാം. അപ്പോൾ ഇതാ അതും അങ്ങനെ എമർജൻസി സോഴ്സ് ഇങ്ങനെയും പവർ ബട്ടണും ആണ് ഇങ്ങനെയും ആണ് എടുക്കേണ്ടത്. അതിനടുത്ത സെറി അടുത്തത് ഇതാ ഹലോ സെറി വെൻ ലോക്ക്ഡ്. അപ്പോൾ സെറി ഇത് ഐഫോണെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ഓർക്കണം, ഇത് പവർ ബട്ടൺ നെക്കി പിടിച്ചാൽ ആവില്ല. ചില സമയം സെറി വരും, അല്ലെങ്കിൽ സെറി വരില്ല. ഇത് സെറിൻ്റെ അത് ഓഫാക്കിയാൽ സെറി വരില്ല, ഓണാക്കിയാൽ സെറി വരും, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആകുന്നില്ലെങ്കിൽ ഇതാ സൈഡ് ബട്ടണും വോളിയം അപ്പാക്കുന്നു, വോളിയം ഡൗൺ ആക്കുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നും, പിന്നെ പവർ ഓഫും അതും നെക്കി പിടിച്ചാലാണ് ആവുക. എന്നാലേ ആവും. അത് നിങ്ങൾ എന്തായാലും ഓർക്കണം. അതിനടുത്തത് അപ്പോൾ ഐഫോണിലെല്ലാം കുറച്ച് പവർ ഓഫ് ആക്കേണ്ടതും മൊബൈൽ ഡാറ്റൻ്റെയും ഹോം ബട്ടൺ ഉണ്ടാക്കുന്ന അതും കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒന്നാണ്. ഹലോ സിറി വെൻ ലോക്ക്ഡ്. ഇപ്പോൾ സിറി ലോക്ക്ഡ്, ഇപ്പോൾ നമ്മൾ ഫോൺ ലോക്കായിട്ട് സിറി വേണമെങ്കിൽ അത് ഓണാക്കുമ്പോൾ ഓണാക്കാം, അല്ലെങ്കിൽ ഓഫാക്കാം. അപ്പോൾ ഓഫാക്കി പിന്നെ ലോക്കായി പിന്നെ സിറി അല്ലെങ്കിൽ എത്ര ആക്കിയാലും ഏത് ഫോണിലും സെറിയുള്ള ഐഫോണിലുള്ള ഏത് ഫോണിലും ഇങ്ങനെ ഓഫാക്കിയാൽ പിന്നെ പവർ ബട്ടൺ നെക്കി പിടിച്ചാലും ഓഫാക്കുന്ന അത് നെക്കി പിടിച്ചാലും എന്തായാലും സെറി വരില്ല. ഓഫാക്കിയാൽ ഓണാക്കിയാലേ വരും. ഇത് അപ്പോൾ ഹലോ സെറി ലോക്കഡ് ഓണാക്കി പിന്നെ ലോക്കാക്കിയാൽ വരും. അടുത്ത ലാംഗ്വേജ്, സെറിൻ്റെ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജിൻ്റെ അതാക്കാം, ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ. ഇതിപ്പോൾ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. കണ്ടോ, ഹേ സെറി. ഇതാ ഇപ്പോൾ ഹൈ ദർ എന്ന് പറയുന്നത് നിങ്ങളവിടെ എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെറി ഉണ്ടായാൽ അപ്പോൾ സ്ക്രീൻ റെക്കോർഡിൽ സെറി ഉണ്ടായാലും ഒച്ച കേൾക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെയും കേൾക്കില്ല, സെറിൻ്റെയും കേൾക്കില്ല. പിന്നെ ഇതാ ഞാൻ മേലെ ഇത് അറബി എടുത്തെന്ന് വിചാരിക്കും. ചേഞ്ച് ലാംഗ്വേജ് നോക്കിയിരിക്കുന്നു, എന്നെ കാണിച്ചു തരാം. അപ്പോൾ അറബി എടുത്തു. ഇതാ ഇവിടെ കണ്ടോ, യാ ഹൈ സെറി എന്നുള്ള അതാണ്. അപ്പോൾ
അത് ഓഫായിട്ടാണുള്ളത്. അപ്പോൾ അറബിൻ്റെ ആ സെറി ആയിട്ടില്ല, എല്ലാവർക്കും വേറെ വേറെ ഇതിലാണ് വരിക. അപ്പോൾ ഇത് ഓഫായി. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇതെത്തപ്പോൾ കണ്ടോ ഇതായി. അപ്പോൾ ഏത് ലാംഗ്വേജിനാക്കിയത് അതേ വരും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഫിന്നിഷ് ഫ്രഞ്ചിനെടുക്കാം, ഫ്രഞ്ച് ബെൽജിയം അതെടുക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് കന്നഡ എടുക്കാം. അപ്പോൾ ചേഞ്ച് ലാംഗ്വേജ് ഞാൻ കണ്ടോ, നിങ്ങൾ അവിടെ എഴുതിയത് നിങ്ങൾ നോക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ലിസൺ ഫോർ ദിസ്സറി എന്ന് പറഞ്ഞാലാണ് കേൾക്കുക. അതവിടെ നിങ്ങൾ ഓണാക്കിയിട്ട് ഇതാക്കണം. അപ്പോൾ ഇത് ഹെയ്സറി എന്ന് പറഞ്ഞാലും ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ പവർ ബട്ടൻ്റെ അത് നോക്കി പിടിക്കണം. അപ്പോൾ ഞാൻ വെറുതെ ഹായ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോൺജൂർ അങ്ങനെയാണ്. എന്നോടെയും കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഹലോ എന്ന് പറയാം. ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഹലോ എന്നോട് പറഞ്ഞ് ബോൺജൂർ ജാസ്റ്റസ് അങ്ങനെ അടുത്താണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാ ഇത് വേണ്ടത് അത് നോക്കാം. അപ്പോൾ സാധാ ലാംഗ്വേജ് ആണെങ്കിൽ സാധാ ലാംഗ്വേജും ആക്കാം. സാധാ ലാംഗ്വേജ് ആണെങ്കിൽ ഇത് നമ്മൾ ഇത് ഹെയ്സറി. അപ്പോൾ നമ്മൾ സാധാ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും ഹെയ്സറി. ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈദർ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ചെറിയ വോയിസ്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇത് കേൾക്കുന്നുണ്ട്. ഇത് വോയിസ് റിക്വസ്റ്റ് 473 MB ആണ്. നിങ്ങൾ യൂസ് മൊബൈൽ ഡാറ്റ വൈഫൈ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെയ്സർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ഇത് വേണ്ടത്. അപ്പോൾ വോയിസ് ഏതാ വേണ്ടത്, ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ഏത് ആണെങ്കിലും, 2 ആണുങ്ങളുണ്ട് 2 പെണ്ണുങ്ങളെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് അതാക്കാം. അപ്പോൾ അനൗൺസ് കോൾസ്. അപ്പോൾ അനൗൺസ് കോൾസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഓൾവേസ് ആക്കിയ പിന്നെ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ എൻ്റെ മോം നിന്ന് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മോമ് വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിക്കുമ്പോൾ കുറച്ച് ആദ്യം തന്നെ പറയും മോം അങ്ങനെ പറയും. ശരിയാണ് പറയുക. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡാഡി വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡാഡിയെ വിളിക്കുമ്പോഴെങ്കിൽ അപ്പോൾ ഡാഡി അങ്ങനെയാണ് പറയുക ഓൾവേസ് ആക്കിയാൽ. അപ്പോൾ ഹെഡ്ഫോൺസ് ആൻഡ് കാർ. അപ്പോൾ കാറിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാറിൽ കണക്ട് ചെയ്യുമ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പേര് പറയും, അല്ലെങ്കിൽ പറയില്ല. ഹെഡ്ഫോൺസും കണക്ട് ചെയ്തിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ പേര് പറയും, അല്ലെങ്കിൽ പറയില്ല. അപ്പോൾ ഹെഡ്ഫോൺസ് ഓൺലി ആക്കിയാൽ ഹെഡ്ഫോൺസിൽ മാത്രം കുത്തുമ്പോൾ പേര് പറയും ആരാ വിളിക്കുന്നത്. വേറെ എപ്പോൾ കാറിലാക്കിയാലും എങ്ങനെയാക്കിയാലും വരില്ല. അപ്പോൾ അടുത്ത നെവറാക്കിയാൽ പിന്നെ ഒരിക്കലും വിടിവരില്ല. ഒരിക്കലും നമ്മൾ കാറിൽ കുത്തിയാലും ഹെഡ്ഫോൺസ് കുത്തിയാലും ഒരിക്കലും പേര് പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ സെറിയിലാണുള്ളത്. അപ്പോൾ ചില ഫോണിലെല്ലാം ഫോൺസിലായിരിക്കും ഉണ്ടാവുക. ഫോൺസിലാണ് വരിക. ഫോൺസിൽ ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. അനൗൺസ് കോൾസ് ഫോൺസിൽ കാണുന്നുണ്ട്. ഇൻകമിങ് കോൾസ് അതിൻ്റെ ഇടയിൽ അനൗൺസ് കോൾസ് ഫോൺസിലും കാണിക്കുന്നത്. അപ്പോൾ ചില ഫോണിൽ മാത്രമാണ് സെറിയിലും കാണിക്കുന്നത്. അപ്പോൾ അടുത്ത സെറി ഡിക്റ്റേഷൻ ഹിസ്റ്ററി. അത് നിങ്ങൾ ഡിക്റ്റേഷനാണ്. ഡിക്റ്റേഷൻ. അടുത്തത് ഷോ ഇൻ ലുക്കപ്പ്. അപ്പോൾ ഷോ ഇൻ ലുക്കപ്പ് കോണ്ടാക്ട് ഫ്രം ആപ്പിൾ. അപ്പോൾ ഷോ ഇൻ ലുക്കപ്പും ഷോ ഇൻ സ്പോട്ട്ലൈറ്റ് എലോ നോട്ടിഫിക്കേഷനും ഷോ ഇൻ ആപ്പ് ലൈബ്രറി ആൻഡ് സ്പോട്ട്ലൈറ്റും ഷോ വെൻ ഷെയറിങ്ങും ഷോ വെൻ ലിസണിങ്ങും അതെല്ലാം നിങ്ങൾക്ക് ഓണാക്കാം അല്ലെങ്കിൽ ഓഫാക്കാം. അപ്പോൾ ആപ്പ് ക്ലിപ്സ്.
ആപ്പ് ക്ലിപ്സ്, ആപ്പ് സ്റ്റോർ, ബുക്സ്, ബോട്ടിംഗ്, കാൽക്കുലേറ്റർ, കലണ്ടർ, കാനറ ബാങ്ക്, അങ്ങനെ നിങ്ങൾ ഏതെല്ലാം ആപ്പ് ഉള്ളത് അതെല്ലാം ഇവിടെ കാണിക്കും. അതെല്ലാം സെറിയിൽ നിങ്ങൾക്ക് സെറ്റപ്പ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി ചെയ്യാം. അങ്ങനെ അതും കഴിഞ്ഞ് അതിനകത്ത് ഫേസ് ID ആൻഡ് പാസ്വേഡ്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആൻഡ് പാസ്വേഡ്, അല്ലെങ്കിൽ പാസ്വേഡ് അങ്ങനെല്ലാമാണ് കാണിക്കുക. അപ്പോൾ അവിടെ കാണിച്ചു ലോക്കേഴ്സ് ഫസ്റ്റ് ഏതാ ലോക്കുള്ളത് കാണിക്കും. ലോക്ക് ഇല്ലെങ്കിൽ കാണിക്കും. അപ്പോൾ ലോക്ക് ആക്കാൻ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് ID വേണമെന്ന് ലോക്കൊന്നും ആക്കിയിട്ടില്ല, പക്ഷേ ഫേസ് ID വേണമെന്നുണ്ട്. ഫേസ് ID ആക്കി കഴിഞ്ഞാൽ അവർ ലോക്ക് വയ്ക്കും. ലോക്കില്ലാണ്ട് പിന്നെ ഫേസ് ID ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആക്കുമ്പോൾ ലോക്ക് ചോദിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോക്കിൽ എന്ത് വേണം, ലോക്ക് അടിക്കും. ലോക്ക് എന്ന് പറയുമ്പോൾ ലോക്ക് അടിക്കുമ്പോൾ ഇത് വേണം, ഫേസ് ടൈമിൽ ഇത് വേണം, അതെല്ലാം വേണം. നേരത്തെ എമർജൻസി സോഴ്സ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇത് ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആക്കുമ്പോൾ ലോക്ക് അടിക്കാൻ പറയുന്നുണ്ട്. നേരത്തെ എമർജൻസി സോഴ്സ് നേരത്തെ കാണിക്കുന്നു. അതിനടുത്തത് എക്സ്പോഷൻ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതെല്ലാമാണ്. അത് ടേൺ ഓൺ ചെയ്യാം നിങ്ങൾക്ക്. അതിനടുത്ത് ബാറ്ററി ലോ പവർ മോഡ് ഇവിടെയുണ്ട്. ഇത് കൺട്രോൾ സെൻറ്ററിൽ ആർക്കാണ് ഉള്ളത് അത് നമുക്ക് ഞാൻ പാർട്ട് 1 തന്നെ പറഞ്ഞിരുന്നു. കൺട്രോൾ സെൻറ്ററാണ് പറയുമ്പോൾ പാർട്ട് 1 തന്നെ ഇവിടെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഏതാ വേണ്ട ആഡ് ആക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. പാർട്ട് 1 ഇത് അറിയണമെങ്കിൽ പാർട്ട് 1 നോക്കാം. അടുത്തത് ബാറ്ററി ഇതാ അടുത്ത 24 hours ആപ്പാണ്. ലാസ്റ്റ് ചാർജർ ആപ്പാണ്. ലാസ്റ്റ് ചാർജർ 100 ആണ്. 423 mAh. അപ്പോൾ അതെല്ലാം ബാറ്ററി ലെവൽ അതെല്ലാമാണ്. അപ്പോൾ ലാസ്റ്റ് 2 days എപ്പാണ് ആക്കിയത് അതെല്ലാമാണ്. ബാറ്ററി ഹെൽത്ത്, ബാറ്ററി മാക്സിമം കപ്പാസിറ്റി ഇത് 100 ആണ്. അപ്പോൾ പീക്ക്, അപ്പോൾ അത് നിങ്ങൾ ഏതാ കപ്പാസിറ്റി അത് കാണിക്കും. അടുത്തത് പ്രൈവസി ലൊക്കേറ്റിംഗ് സർവീസ് ഓണാക്കിയാലാണ് നിങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ക്യാമറയിലെല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓണാക്കണം. അപ്പോൾ ലൊക്കേഷൻ ഓണാക്കിയാൽ അവിടെ ഫസ്റ്റ് തന്നെ കാണിക്കും. ക്യാമറയിൽ ഫസ്റ്റ് തന്നെ കാണിക്കും. ലൊക്കേഷൻ ഓണാക്കിയപ്പോൾ ക്യാമറയിൽ കാണിക്കും എലോ വൈൽ യൂസിങ് ദിസ് ആപ്പ് ലൊക്കേഷൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾവേസ് ഓൺ എലോ, അല്ലെങ്കിൽ ഡു നോട്ട് എലോ, അതെല്ലാമാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ലൊക്കേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ തന്നെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ തന്നെ. അടുത്തത് ആപ്പ് സ്റ്റോർ, വാലറ്റ്, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യപ്പെട്ട ചെയ്യേണ്ട പാസ്വേഡ്സ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ്സ് വേണം. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ആക്കണം, അല്ലെങ്കിൽ ഫേസ് ID ആണെങ്കിൽ ഫേസ് ID ആണ് ഇതിൽ കാണിക്കുക. അടുത്തത് മെയിൽ, കോണ്ടാക്ട്, കലണ്ടർ, നോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ആപ്സിൽ അതെല്ലാം അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് എന്ത് വേണം, ഇത് വേണോ സെറി വേണോ അതെല്ലാം ചെയ്യേണ്ടതാണ് ഇവിടെ. ഇത് മൊബൈൽ ഡാറ്റ വേണോ, നമ്മൾ ഏതെങ്കിലും എടുക്കുമ്പോൾ അവിടെ മൊബൈൽ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ മൊബൈൽ ഡാറ്റ ഓഫാക്കി പിന്നെ ആ ആപ്പ് എടുക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഡാറ്റ ഇവിടെ ഓണാക്കിയിട്ട് ആ ആപ്പ് എടുക്കുമ്പോൾ നെറ്റ് വരികയില്ല. വൈഫൈ ആണെങ്കിൽ വൈഫൈ വരും. അതെല്ലാമാണ്. അപ്പോൾ ഐഫോൺ സെറ്റിംഗ് ഫീച്ചേഴ്സ് മൊത്തം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുമില്ല. അടുത്തത് ഒന്നുമില്ല. അടുത്തത് നമ്മളിതാ ഇവിടെ സെർച്ച് ചെയ്യാം. ഇതെടുക്കേണ്ട കാര്യം ഇത് നമ്മൾ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് ആക്കിയാൽ ഇത് വരും. ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ആപ്പിൾ അപ്പോൾ എന്നാൽ ആപ്പ് സ്റ്റോർ നോക്കാം. ആപ്പ് സ്റ്റോർ. അപ്പോൾ ഓൻ്റെ വക ഞാൻ എന്ന് ആയിപ്പോയിനെങ്കിൽ അപ്പം നിങ്ങളിതാ ആ എൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇങ്ങനെ തൊട്ട് അങ്ങ് സമയമാക്കണ്ട. അപ്പം നിങ്ങൾ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് നക്കി പിടിച്ചാൽ കണ്ടോ, കീബോർഡിലൊന്നും കാണുന്നില്ല, പക്ഷേ സ്പേസ് നീക്കിയാൽ അത് എവിടെയാണ് പോകേണ്ടത് അത് പോകാം. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ സ്പേസിൻ്റെ അത് ഇങ്ങനെ കൈ ഇങ്ങനെ നീക്കിയാൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടി എൻ്റെ ഇപ്പുറത്തന്നെ വെക്കാം. അതാണ് ഐഫോണിൻ്റെ പ്രത്യേകത. ഇതാണ്. അപ്പോൾ ഐഫോണിൻ്റെ കുറച്ച് പ്രത്യേകതയെല്ലാം ഉണ്ട്, അതെല്ലാം പറഞ്ഞുതരാം. നമുക്ക്
വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. അത്ര വരെ ബായ് ബായ്. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ബൈ ബായ്.